നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ബേസിക് ടു അഡ്വാൻസ്ഡ് ട്രേഡിംഗ് വീഡിയോ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ എന്താണ് CFD മാർക്കറ്റ്, എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ബൈ സെൽ ഇതൊക്കെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. 2ാമത്തെ വീഡിയോയിൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു. ക്യാൻഡിൽ സ്റ്റിക്സിന്റെ പാറ്റേൺസ് എങ്ങനെയൊക്കെ ഉണ്ടാവും, അതെങ്ങനെ റീഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. 3ാമത്തെ വീഡിയോയിൽ പ്രൈസ് ആക്ഷനെ പറ്റി പറഞ്ഞു. ബേസിക് ആയിട്ട് പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ്, ഒരു ട്രെൻഡ് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ബൈയിങ് ആണെങ്കിൽ ഹയർ ഹൈസ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെല്ലിംഗ് ആണെങ്കിൽ ലോവർ ലോസ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഐഡന്റിഫൈ എങ്ങനെ ചെയ്യാന്നൊക്കെ ഉള്ളത് ഡ്രോ ഒക്കെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇപ്പം ബേസിക്ന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൈസ് ആക്ഷൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ ട്രേഡ് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ഇത്. സോ വെൽക്കം ടു ദ വീഡിയോ ഗൈസ്. പ്രൈസ് ആക്ഷനിലെ ബിഗിനേഴ്സ് ടു അഡ്വാൻസ് സീരീസിലോട്ട് സ്വാഗതം. നിങ്ങൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ലിക്വിഡിറ്റി, ഓർഡർ ബ്ലോക്ക്, ഇതൊക്കെ സത്യം പറഞ്ഞാൽ പ്രൈസ് ആക്ഷനിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കൺസെപ്റ്റ്സ് ആണ്. അതായത് വെറും കൺസെപ്റ്റ്സ് അല്ല, അതെല്ലാം റിയൽ ആയിട്ട് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുറെ പേർക്ക് വരുന്ന ഒരു പ്രശ്നമാണ്, പ്രൈസ് ആക്ഷൻ അറിയാം, അതായത് ഹയർ ഹൈസ് ആണെങ്കിൽ ബൈയിങ് ആണെന്നുള്ള അറിയാം, ഹയർ ലോസ് ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സെല്ലിംഗ് ആണെന്ന് അറിയാം. പക്ഷെ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം ട്രാപ്പായിട്ട് എസ്റ്റൽ അടിച്ചിട്ട് പിന്നെ അതിന് ശേഷം മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കും. അതായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ആണ് ഈ കുറച്ചുകൂടെ മാർക്കറ്റിലുള്ള ഓർഡർ ബ്ലോക്സ് എവിടെയാണെന്നും ലിക്വിഡിറ്റി എവിടെയാണെന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. സോ നമുക്ക് ജസ്റ്റ് ചാർട്ടിൻ്റെ അകത്ത് കാണിച്ചു തരാം. നമ്മൾ ഇതുവരെ ഡ്രോയിങ് ആയിരുന്നു ചെയ്തിട്ട്, കഴിഞ്ഞ വീഡിയോയിലെല്ലാം അധികം ഡ്രോ ചെയ്തിട്ടാണ് കാണിച്ചതെന്നുള്ളത്, ഐഡന്റിഫൈ എങ്ങനെ ചെയ്യാന്നുള്ളത്. അത് ബേസിക്കലി എല്ലാവർക്കും മനസ്സിലായി കാണും. ആ വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ ഒന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അത് കണ്ടതിന്റെ ശേഷം മാത്രം ഇങ്ങോട്ട് വരാം. കാരണം ഞാൻ ആ ഡ്രോയിങ് ഒന്നും ഇനി ചെയ്യില്ല. ഞാൻ നേരെ ചാർട്ടിലോട്ട് പോയിട്ട് ചാർട്ടിന്റെ അകത്ത് പ്രൈസ് ആക്ഷൻ പാറ്റേൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരാം. അതേപോലെ ട്രാക്ക് എന്തുകൊണ്ടാണ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നത് ഇത് ഇത് XM ആണ്. XM പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ കാണുന്നത്. XM നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തതാണ്. ഇന്ന് മാർക്കറ്റ് ഓഫ് ആണ്, അതുകൊണ്ടാണ് XM ഇവിടെ ക്ലോസ് ആയി കിടക്കുന്നത്. XMന്റെ അകത്ത് നമ്മൾ ഓൾറെഡി ഈ പ്ലാറ്റ്ഫോം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് ഞാനൊരു $200 കഴിഞ്ഞ ഇതിൻ്റെ അകത്ത് സ്ട്രീമിൻ്റെ അകത്ത് ലൈവ് സ്ട്രീം ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് $200 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് UAE എന്നാണ് XM UAE ക്രെഡൻഷ്യൽ വെച്ചിട്ടായിരുന്നു ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മിനിമം 1:30 ഉള്ളൂ മാക്സിമം ലീവറേജ്. നിങ്ങൾ XM ആരെങ്കിലും യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ XM വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഫോർ ഇന്ത്യയിലുള്ളവർക്ക് നല്ല രീതിയിൽ ട്രേഡ് പ്ലാറ്റ്ഫോം, അതായത് അപ്പിയറൻസ് വൈസും അവരെ ലോഡ് അതായത് ചെറിയ എമൗണ്ട് മതി ഡെപ്പോസിറ്റ്, $5 വരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം നോക്കി നടക്കുന്നവർക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് XM കണ്ടെടുത്തോളം. പിന്നെ വാൻറ്റേജും ഉണ്ട്. വാൻറ്റേജ് ഒരു കുഴപ്പമില്ലാത്ത പ്ലാറ്റ്ഫോം. പക്ഷെ വാൻറ്റേജിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഇന്റഗ്രേറ്റഡ് അല്ല. അതായത് ഇതേപോലെ നമ്മളെ ട്രേഡിംഗ് വ്യൂ ആയിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. ട്രേഡിംഗ് വ്യൂവിൽ കിട്ടുന്ന എല്ലാ സംഭവങ്ങളും ഈ XMന്റെ അകത്ത് കിട്ടുന്നുണ്ട്. സോ അതേപോലെ അല്ല വാൻറ്റേജ് കംപ്ലീറ്റ്ലി എന്താ പറയാ, കുറച്ചൊരു വ്യത്യാസമുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും XM വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കാണാം. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ എനിക്കൊരു ഫ്രണ്ട്സ് റെഫറൽ കമ്മീഷൻ കിട്ടും. സോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഗൈസ് വൺസ് അഗൈൻ. ഇത് നമ്മളെ ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഇപ്പം നമ്മൾ BTCൻ്റെ അകത്ത് 1 hourൽ ഈ ഒരു ഏരിയ മെറ്റിഗേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതാം. ഓക്കെ, നമ്മളെ എസ്റ്റിമേഷൻ അനുസരിച്ചിട്ട് പ്രൈസ് ആക്ഷനിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു റീട്രേസ്മെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. റീട്രേസ്മെൻറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ ഏതാണ്? ഈ ഏരിയ. ഇപ്പം നമ്മൾ നോക്കേണ്ടത് ഒരു കൺസെപ്റ്റാണ് ലിക്വിഡിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബേസിക്കലി മാർക്കറ്റ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്തു, ഇവിടോട്ട് റീട്രേസ്മെന്റ് തന്നു. ഓൾറെഡി ഈ ഒരു ക്യാൻഡലിന്റെ തൊട്ട മുകളിലോട്ട് റീട്രേസ്മെന്റ് തന്ന് അവിടുന്ന് മാർക്കറ്റ് ഡൗണിലോട്ട് പോയി. ബട്ട് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഹയർ ഹൈസ് തന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ലെവലിൽ ചെറുതായിട്ട് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് മാർക്കറ്റിൽ 2 ചാൻസസ് ആണല്ലോ, ഒന്നെങ്കിൽ ബൈയിങ് പോവും അല്ലെങ്കിൽ സെല്ലിങ് പോവും. അപ്പം നമ്മളൊരു സെല്ലിലോട്ടാണ് ക്യാപ്ചർ ചെയ്യാൻ നമ്മൾ നോക്കുന്നതെങ്കിൽ നോർമലി നമ്മൾ ചെയ്യേണ്ടത് 2 കാര്യമാണ്. ഒന്ന്,
ഈ ഏരിയയിലോട്ട് മാർക്കറ്റ് വീണ്ടും വരുമോ? ഇവിടെ വന്നിട്ട് കറക്റ്റ് ഈ ഏരിയയിലോട്ട് വന്ന് പിന്നെ മാർക്കറ്റ് റീട്രേസ്മെന്റ് തന്ന് അടുത്ത ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമോ? ഇതാണ് ഒരു എസ്റ്റിമേഷൻ നമുക്ക് വേണ്ടിയിട്ടുള്ളത്. 1 ഹവറിൻ്റെ അകത്ത് ഇങ്ങനൊരു മാർക്കറ്റിൽ ഇങ്ങനൊരു സംഭവം വർക്കൗട്ട് ആവുമോ? രണ്ടാമത്തത് എന്താ? രണ്ടാമത്തത് മാർക്കറ്റ് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മൂവ് ചെയ്യും താഴോട്ടേക്ക്, അതല്ലെങ്കിൽ മാർക്കറ്റ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യും. 1 ഹവറിൻ്റെ അകത്ത് മാർക്കറ്റ് ഇവിടെ വന്ന് ചെറിയ റിയാക്ഷൻ തന്ന് എന്ത് ചെയ്യും? മാർക്കറ്റ് പിന്നെ ഇത് ടേക്ക് ഡൗൺ, അതായത് പിന്നെ ഹയർ ഹൈസ് ക്രിയേറ്റ് ആവാൻ തുടങ്ങും. ഇവിടെ ടെസ്റ്റ് ചെയ്ത് പിന്നെ ഹയർ ഹൈസ് പോവും മാർക്കറ്റ്. അപ്പോൾ ഈ രണ്ട് സംഭവം ആണല്ലോ മാർക്കറ്റിൽ നടക്കാൻ ചാൻസ് ഉള്ളത് 1 ഹവറിൻ്റെ അകത്ത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ട്രേഡാണ് നമ്മളെ മനസ്സിലുള്ളത്. ഒന്ന് സെൽ അല്ലെങ്കിൽ ബൈ. മാർക്കറ്റിൽ മോസ്റ്റ് പ്രോബബിലിറ്റി എന്താണോ ഉള്ളത് അതിലോട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആവേണ്ടത്. അപ്പം മാർക്കറ്റിൽ ഓവറോൾ ഇപ്പം കാണുന്നത് 1 ഹവറിലെല്ലാം ട്രെൻഡിങ് സെല്ലിങ്ങിലാണ്. അപ്പം സെല്ലിങ്ങിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എന്ത് ചെയ്യണം? സെൽ മാർക്കറ്റിൻ്റെ അകത്ത് പോയിട്ട് ബൈ ചെയ്യുന്നതിനും നല്ലത് സെല്ലിങ് കണ്ടിന്യൂസ് കിട്ടോ എന്ന് ട്രൈ ചെയ്യുന്നതാണ് കൂടുതൽ ചാൻസസും. പിന്നെ മാർക്കറ്റ് അത് കണ്ടിന്യൂറ്റി വരാനാണ്. അപ്പം നമ്മൾ നോർമലി ഇതിപ്പം 30 മിനിറ്റിൽ നോക്കാം. 1 ഹവറിലായിരുന്നു ഇതുവരെ നോക്കി. 30 മിനിറ്റിൻ്റെ അകത്ത് ഈ ബിറ്റ് കോയിൻ കൺസോൾട്ടേഷൻ ആണ്. പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇത് ഇങ്ങനൊരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാണ്, എങ്ങനെ എവിടെ വരെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ 30 മിനിറ്റിൻ്റെ അകത്തും മാർക്കറ്റ് കൺസോൾട്ടേഷൻ സ്റ്റേജാണ്. ഇപ്പം ബേസിക്കലി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ഏതൊക്കെ? ഒരെണ്ണം ഇതാണ് 30 മിനിറ്റിൽ ഇതൊരു ഏരിയ. മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഏരിയ മെറ്റിഗേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെയാണ് ഇപ്പം കറക്റ്റായിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 30 മിനിറ്റിൻ്റെ അകത്ത് ചാൻസ് ഉള്ളത് എന്താ? 30 മിനിറ്റ് നോക്കുന്ന സമയത്ത് ഇത് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ ആണല്ലോ. അപ്പോൾ 30 മിനിറ്റിൽ വേണമെങ്കിൽ എനിക്ക് 30 മിനിറ്റ് കൺഫ്ലുവൻസിൽ ഒരു ലോവർ ലോ വരോ എന്നുള്ള ലെവലിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ 30 മിനിറ്റിൽ അത് ഞാൻ വിചാരിക്കണം, ഓക്കെ മാർക്കറ്റ് സപ്പോസ് ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് സിഗ്നൽ തരാണെങ്കിൽ എനിക്കൊരു ലോവർ ലോ ചാൻസ് ഉണ്ടെന്ന് കരുതും. അപ്പം ഞാൻ ഏതുവരെ ടാർഗറ്റ് ചെയ്യാം? മാർക്കറ്റിൻ്റെ അകത്ത് നെക്സ്റ്റ് ഏരിയ, അതായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ഏരിയ ഇതാണ്. ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്? അത് പ്രൈസ് ആക്ഷൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിലെ ലെവൽസ് നമുക്ക് ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം സ്കാൽപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പം മാർക്കറ്റിൻ്റെ അകത്ത് ഇപ്പം 30 മിനിറ്റിൽ ഇങ്ങനെ ആണ് നമ്മൾ എസ്റ്റിമേഷൻ കരുതുക. പക്ഷേ എൻട്രി എവിടെ നിന്ന് ചെയ്യും? അതാണ് ഇനി അടുത്ത സംഭവം. അപ്പോൾ 15 മിനിറ്റിലോട്ട് വരാം. 15 മിനിറ്റിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 15 മിനിറ്റിലും മാർക്കറ്റ് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇത് ലോവർ ഹൈ ആണെന്ന് ഹൈപ്പോത്തറ്റിക്കലി ചെയ്യും, ഇത് ലോവർ ഹൈ ആണെന്ന് വിചാരിക്കാം. അപ്പം മാർക്കറ്റിൽ 2-3 സംഭവം നമ്മൾ വളരെ നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്യാൻഡിൽസിൻ്റെ ബ്രീത്തിങ് എങ്ങനെയാണ്, ക്യാൻഡിൽസ് എങ്ങനെ പാറ്റേൺ ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ ഈ ക്യാൻഡിൽ കണ്ടോ, ഇത്രയും റിജക്ഷൻ എടുത്തിട്ട് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പം ആ ഏരിയ എന്തുകൊണ്ട് അങ്ങനെ ക്ലോസ് ചെയ്തു എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. അതെന്തായിരിക്കും റീസൺ? 2 റീസൺ ആണ്. ഒന്ന്, ഇവിടെ മാർക്കറ്റിൻ്റെ അകത്ത് ഈ ഏരിയ ഇല്ലേ, ഈ ക്യാൻഡിൽ പിന്നെ ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ബൈയിങ് വന്നവരൊക്കെ മാർക്കറ്റ് ലിക്വിഡേറ്റ് ചെയ്തു. അവരൊക്കെ SL ഈ ഏരിയയിൽ ഉണ്ടാവും. ആ SL ഒക്കെ മാർക്കറ്റ് എടുത്തു ഓൾറെഡി. സോ ഈ ബയേഴ്സ് ഉണ്ടല്ലോ ഇവിടെയുള്ള, അവരെല്ലാം ഔട്ടായി. ചെറിയ റീറ്റെയിൽ ബയേഴ്സ് ആണെങ്കിൽ അവരെല്ലാം ഔട്ടായി, മാർക്കറ്റിൽ അത് ലിക്വിഡിറ്റി എടുത്തു. അപ്പം ഇനി കൂടുതൽ ചാൻസും സെല്ലിങ് പോകുന്നതിനെക്കാട്ടും മാർക്കറ്റിൽ ആ ബയേഴ്സിന് ഔട്ട് ചെയ്തത് കാരണം മാർക്കറ്റിൽ അവരുടെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഇപ്പം അത് എടുത്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് ഇവിടുന്ന് സെൽ ട്രൈ ചെയ്യുന്നവരെ ചിലപ്പോൾ മാർക്കറ്റ് ട്രാപ്പ് ചെയ്യാനാണ് കൂടുതൽ ചാൻസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എൻട്രി കൺഫർമേഷൻ അത് നിർബന്ധമായിട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്യണം. 2 കൺഫർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണം, മാർക്കറ്റ് ഇനി സപ്പോസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് എന്താണ്? സെല്ലിലോട്ട് ഒരു എൻട്രി കിട്ടോ എന്ന് നോക്കാനാണ്. കാരണം ലോങ് ടൈം ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ 1 ഹവറിലൊക്കെ നോക്കിയ സമയത്ത് സെല്ലിംഗ് ആണെന്ന് കരുതി. അപ്പം ഇവിടെ നിന്നും മാർക്കറ്റ് ഇനി ഉള്ള ചാൻസസ് എന്താ? ഇതായിരുന്നു നമ്മളെ ലാസ്റ്റ് ഏരിയ. ഈ ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്തു, മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു. ഇത് ഇനി കണ്ടിന്യൂഷൻ വരേണ്ട ഏരിയ ആണ്. അപ്പോൾ
ഈ ഏരിയ നിന്ന് മാർക്കറ്റ് 15 മിനിറ്റിൽ ഈ ഏരിയയുടെ താഴെയാണ് ഉള്ളതെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ ചാൻസും, കാരണം അതുവരെ എന്താണ് ഇത് ലോവർ ലോസിൽ തന്നെയാണ് ഉള്ളത്. മാർക്കറ്റ് ഇങ്ങനെ ഒരു പാറ്റേണിലാണ്. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേണിലാണല്ലോ. ലോവർ ലോ, ലോവർ ഹൈ, ഓക്കെ, ഇത് ലോവർ ലോ, വിക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ ലോവർ ലോ. ഇനി ഇത് ഇവിടെ വന്നാലും ഇത് ലോവർ ഹൈ ആണ്. ഇവിടെ എവിടെ വന്നാലും ലോവർ ഹൈ ആണ്. കാരണം ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യണം ഒരു തവണയെങ്കിലും. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ക്ലോസ് ചെയ്ത് ഇവിടെ വീണ്ടും വരുവാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ബൈങ്ങിലോട്ട് ഒരു സ്കാൽപ്പ് പ്ലാൻ ചെയ്യാം. ഏതുവരെ? അറ്റ്ലീസ്റ്റ് ഈ ലെവൽ വരെ ബൈങ്ങിലോട്ട് പ്ലാൻ ചെയ്യാം. ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ. അതല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പം മാർക്കറ്റിൽ എന്താണ്, ഒരു കൺഫർമേഷനും തന്നിട്ടില്ല. ഇതിപ്പോൾ റണ്ണിങ് മാർക്കറ്റാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുവാണ്, ഓക്കെ മാർക്കറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. എന്നിട്ട് മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ തരാണെന്ന് കരുതുക. അതെങ്ങനെ നോക്കണം? 15 മിനിറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ് ഇത് സെല്ലിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ അത് കൺഫർമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റിലോട്ടൊക്കെ പോയിട്ട് 5 മിനിറ്റ് ഈ ഏരിയയിലുള്ള ക്യാൻഡലിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ 5 മിനിറ്റിൻ്റെ അകത്ത് നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? 5 മിനിറ്റിൽ മാർക്കറ്റ് ഇതുവരെ ഡൗണിലുണ്ടായിരുന്ന മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഇത് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. 5 മിനിറ്റിൻ്റെ അകത്ത് ഓൾറെഡി മാർക്കറ്റ് ബൈങ്ങിലോട്ട് മാറി, കൺവേർട്ടായി. കണ്ടല്ലോ? 5 മിനിറ്റിൻ്റെ അകത്ത് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ 5 മിനിറ്റിൻ്റെ അകത്ത് ഓൾറെഡി മാർക്കറ്റ് ഹയർ ഹൈസിലോട്ട് മാറി. സെയിം തന്നെ ആയിരിക്കും 3 മിനിറ്റിൽ. കണ്ടോ? 3 മിനിറ്റിലും ഹയർ ഹൈസ്, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞു, 15 മിനിറ്റിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ മുകളിൽ ക്ലോസിങ് തന്നാൽ പിന്നെ മാർക്കറ്റിൽ കൂടുതൽ ചാൻസും എന്താണ്, ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് പോകാനാണ്. അപ്പം നമുക്ക് ബൈയിങ്ങിലോട്ടാണ് കൂടുതൽ, സ്കാൽപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ ചാൻസ് കിട്ടുക. അപ്പോൾ നമുക്ക് 1 മിനിറ്റിൻ്റെ അകത്തോട്ട് പോയാലും എന്താ ഇവിടെ കാണുന്നത്, ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനി ഒരു സംഭവം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാർക്കറ്റിൽ ഒരു ലൈവായിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ക്യാൻഡിൽസിന്റെ ബ്രീത്തിങ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു, അതാണ് പിന്നെ നോക്കേണ്ടത്. ക്യാൻഡിൽസ് എപ്പോഴും നമുക്ക് മാർക്കറ്റിൽ മൂവ്മെന്റ് തരുന്നത്, ഇപ്പം സപ്പോസ് ഇത് 3 മിനിറ്റ്, 15 മിനിറ്റ്, ഇത് ലൈവ് മാർക്കറ്റ് ആണ്. ഓക്കെ, 15 മിനിറ്റിൻ്റെ അകത്ത് മാർക്കറ്റ് ബൈങ്ങിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റിൽ ഇതെൻ്റെ എക്സനസ് പ്ലാറ്റ്ഫോമാണ്. എക്സനസ് ഗൈസ്, ഇന്ത്യൻ്റെ പുറത്തുള്ള ആരാണെങ്കിലും എക്സനസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്തെന്നുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സനസിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. എക്സനസ് ബൈ ദ വേ, ഇന്ത്യയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എക്സം യൂസ് ചെയ്യാം. എക്സമിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം. സോ ഇത് ഇപ്പം ഈ 3 മിനിറ്റിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയ സ്കാൽപ്പ് ചെയ്യണമെന്ന് കരുതാണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തത് എന്താ, ഈ ഏരിയ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റിൽ നമ്മൾ എന്തായിരുന്നു വിചാരിച്ചിരുന്നത്, ഈ ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ബൈയിങ്ങിലോട്ട് കൺഫ്ലുവൻസ് ആവുള്ളൂ. ഇത് പ്രോപ്പർ ബൈയിങ് പോകുന്ന കൺഫ്ലുവൻസ് ആവുള്ളൂ. അതുവരെ എന്താണ്, സെല്ലിങ്ങിൽ തന്നെയാണ് 15 മിനിറ്റിൻ്റെ അകത്ത്. 5 മിനിറ്റിൻ്റെ അകത്ത് ഇതിപ്പം എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് ഒരു ബൈയിങ് ഇൻഡിക്കേഷൻ ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് ട്രേഡ് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് കറക്റ്റായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി തരും. ആ സമയത്ത് മാത്രം ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റണം. അതല്ലാത്ത സമയത്ത് മൊത്തം മാർക്കറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റണം. പിന്നെ എപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും തോന്നിയ പോലെ ഇങ്ങനെ കാഷ്വൽ ട്രേഡ്സ് എടുക്കാതെ പ്രോപ്പറായിട്ട് ഇതേപോലെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുക സെറ്റപ്പ്, എന്നിട്ട് മാത്രം ട്രേഡിൽ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം 2 സംഭവങ്ങൾ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒന്നെന്താ, ലിക്വിഡിറ്റി കൺസെപ്റ്റ് ആണ്. അതായത് മാർക്കറ്റിൻ്റെ അകത്ത് ഒന്നുകിൽ ചിലപ്പോൾ ഇത് നെക്സ്റ്റ് 5 മിനിറ്റിൽ വീണ്ടും ഇതേപോലെ ഇതിവിടെ ലിക്വിഡിറ്റി എടുത്തു. ഇവിടെ പ്രീവിയസ്ലി കണ്ടോ 5 മിനിറ്റിൽ ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് വീണ്ടും താഴെ വന്നിട്ട് ഇവിടെയും ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുള്ളത്. മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് ഡിഫൈൻ ചെയ്യുന്നത് മൊത്തം ഈ ലിക്വിഡിറ്റി കൺസെപ്റ്റ്
അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കും പല ഏരിയയിലും. അപ്പൊ അവിടുത്തെ ലിക്വിഡിറ്റി ആയി മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം. അതായത് നിങ്ങൾ ഇവിടുന്ന് ഒരു പ്ലാൻ ചെയ്യുകയാണെന്ന് കരുതുക, നിങ്ങൾ ഇവിടെ ഇതൊന്നും കാണുന്നില്ല, നിങ്ങൾ ഈ ഏരിയയിൽ നിന്ന് ഒന്നുകൂടെ മാർക്കറ്റ് മെറ്റിക്കേറ്റ് ചെയ്ത് ഒരു ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈയിങ് ട്രൈ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഈ ഏരിയ ഡിഫൈൻ ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു റിയാക്ഷൻ തരുവാണ്. ഇവിടുന്ന് മൊത്തം റിജക്ഷൻ എടുത്താൽ അതിന്റെ അർത്ഥം എന്താ? പിന്നെ ബൈയിങ് മൂവ്മെന്റിനാണ് ചാൻസ്. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡലിന്റെ ലോയില് റിസ്ക് വെച്ച് ബൈയിങ് അടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതുവരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് ഓൾറെഡി റൺ ചെയ്ത് കഴിഞ്ഞ മാർക്കറ്റിൽ ആർക്ക് വേണമെങ്കിലും എന്തും പറയാം. പക്ഷേ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിന്റെ അകത്ത് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. പക്ഷെ അത് ശ്രദ്ധിക്കുക, ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മളെ ട്രേഡിൽ വരുന്ന SL-ഉം എല്ലാം പാർട്ട് ഓഫ് ദി പ്രോസസ് ആണ്. അതും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം. SL എവിടെ വെക്കും എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം. അതല്ലാത്ത പക്ഷം നിങ്ങൾ ട്രേഡ് എടുക്കരുത്. കാരണം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം, നിങ്ങൾ ആ ട്രേഡ് എന്തിനെടുത്തു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. 15 മിനിറ്റിനകത്ത് നമ്മളെ സോണിന്റെ ഇൻടാക്റ്റ് ആണ് ഇപ്പോഴും. 15 മിനിറ്റ് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളായിരുന്നു? ഈ സോണിന്റെ താഴെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ സെല്ലിങ്ങിനെ ട്രൈ ചെയ്യുള്ളൂ എന്ന് അല്ലായിരുന്നോ? ഈ സോണിന്റെ താഴെ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ സെല്ലിങ്ങിനെ നമ്മൾ ട്രൈ ചെയ്യുള്ളൂ. ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ, പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബൈയിങ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു ഈ 15 മിനിറ്റിനകത്ത്. സോ ഇപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്താ? ഈ 15 മിനിറ്റ് ക്ലോസിങ്ങിനാണ്. അപ്പം നെക്സ്റ്റ് 15, ഈ പ്രീവിയസ് 15 മിനിറ്റ് ഇതാ ഇതിങ്ങനെ ബൈയിങ് ക്യാൻഡിലാണ് തന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് 15 മിനിറ്റും ബൈയിങ് ആയിക്കൂടായികയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത 15 മിനിറ്റ് ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പം മാർക്കറ്റിൽ ഇതിപ്പം എനിക്ക് ലൈവിൽ ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു അവസരമില്ല. ഇതിപ്പോൾ ഞാൻ ഓഫ്ലൈനിലായിട്ട് ഇതിങ്ങനെ പോവാണ്. ഞാൻ ഒരുപാട് സ്ട്രീമുകൾ ലൈവ് ചെയ്തിട്ടുണ്ട്, എൻട്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ എൻട്രി കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. 10 to 10,000 ട്രേഡിംഗ് ജേർണി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെ എൻട്രി ചെയ്യുന്നതെന്നുള്ളത്. സോ ഞാൻ ഇതിൻ്റെ ഒരു ആധാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സപ്പോസ് ഈ 15 മിനിറ്റ് ക്യാൻഡിൽ ഇത് നേരെ വന്ന് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാർക്കറ്റിൻ്റെ അകത്ത് 15 മിനിറ്റിൽ ട്രെൻഡ് ഏതായി? ബൈയിങ്ങിലോട്ട് മാറി. 5 മിനിറ്റിൽ ഓൾറെഡി ബൈയിങ്ങിലായി, 15 മിനിറ്റിലും ബൈയിങ്ങിലായാൽ പിന്നെ ഒരു റീട്രേസ്മെന്റ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റീട്രേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിൽ ഇങ്ങനെ ഒരു റീട്രേസ്മെന്റ് തന്നാൽ പിന്നെ ഇവിടാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. ഏത്? ഇങ്ങനെ ഒരു ബൈയിങ് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. ഇവിടുന്ന് ഒരു ലോങ് പൊസിഷൻ. SL എന്ത് ചെയ്യാം? ഒന്നുകിൽ ഒരുപാട് വലിയ റേഞ്ചിലോട്ടൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വിചാരിക്കുന്നവരാണെങ്കിൽ SL ഇങ്ങനെ പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ താഴോട്ടൊക്കെ SL പ്ലാൻ ചെയ്തിട്ട് ഇവിടുന്ന് 1:2 എന്ന് പറയുന്ന റേഷ്യോ ഏകദേശം ഇവിടാണ് 1:2 വരുന്നത്. ഒന്നുകിൽ ഈ ഒരു ലെവലിലോട്ട് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കാം. അതല്ല 1:3, 4 ഒക്കെ കിട്ടണം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 74, 122 വരെ ഹോൾഡ് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ട്രേഡ് കിട്ടും. 74, 120, 74, 120, 74, 347, 74, 347 റേഞ്ചിലോട്ട്, 347 റേഞ്ച്. ഓക്കെ, ഏകദേശം ഈ റേഞ്ച്. അപ്പം ഇവിടെ വെക്കുകയാണെങ്കിൽ 1:3 അടുത്ത് കിട്ടും, അഥവാ ഇത്രയും റിസ്ക് എടുക്കുകയാണെങ്കിൽ. അപ്പം നമുക്ക് നോർമലി ഇത്ര റിസ്ക് എടുത്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാറില്ല. ബട്ട് നമ്മൾ ട്രെൻഡ് ഐഡന്റിഫൈ, ഒരു തവണ നമ്മൾ വിചാരിക്കുകയാണ് ഇവിടെ വന്നു മാർക്കറ്റ് ഈ ലെവലിലോട്ട് തന്നു, പിന്നെ ക്യാൻഡിൽ റിയാക്ഷൻ നമ്മൾ നോക്കണം, എന്നിട്ടാണ് ട്രേഡിൽ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞ സംഭവങ്ങൾ എന്താ? ഒന്ന്, ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്തത് എന്താ? മാർക്കറ്റിലെ ഓവറോൾ ട്രെൻഡ് സെല്ലിങ്ങിലാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക, സെല്ലിങ് ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക റാദർ ദാൻ ബൈയിങ്. ഇപ്പം ഞാൻ പറഞ്ഞു ബൈയിങ് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ ബൈയിങ്ങിന് ചാൻസസ് ഉള്ളൂ. അപ്പോൾ അതുവരെ എന്ത് ചെയ്യണം? നമ്മൾ സെല്ലിങ് ചാൻസസ് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം സെല്ലിങ്ങിൽ ഇതിപ്പം 15 മിനിറ്റ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്യാണ്. ഈ സമയത്ത് 15 മിനിറ്റ് ക്യാൻഡിൽ ഇതിന്റെ താഴെയാണ് വീണ്ടും ക്ലോസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ചാൻസ് മാർക്കറ്റ് ഒന്നുകൂടെ സെല്ലിലോട്ട് വരാനാണ്. കാരണം എന്താ? ഓവറോൾ സെല്ലിങ്ങിലായിരുന്നു മാർക്കറ്റ്. ഓവറോൾ 1 hour ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം,
മാർക്കറ്റ് സെല്ലിങ്ങിലായിരുന്നു, ഇവിടൊക്കെ സെല്ലിംഗ് ആണ്. ഇവിടുന്ന് മാർക്കറ്റ് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിങ്ങിലോട്ട് വീണ്ടും വരാനാണ് കൂടുതൽ ചാൻസ്. പിന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിഫൈൻ ചെയ്തു, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഏരിയന്റെ അകത്ത് കിടന്ന് മാർക്കറ്റ് കുറെ നേരം കളിക്കാൻ ചാൻസസ് ഉണ്ട് ഈ ഒരു റേഞ്ചിന്റെ അകത്ത്. കൂടുതൽ ചാൻസും മാർക്കറ്റ് എന്താവും, ഇവിടുന്ന് വീണ്ടും ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് സെല്ലിംഗ് കണ്ടിന്യൂഷൻ തരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വെയിറ്റ് ചെയ്യണം വേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ലിക്വിഡിറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. അതായത് ഇവിടെ മാർക്കറ്റ് എന്താണ് സംഭവിക്കുന്നത്. നോർമലി മാർക്കറ്റിന്റെ അകത്ത് ഇങ്ങനെ ഒരു ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന മാർക്കറ്റിൽ ഇവിടുന്ന് എന്ത് ചെയ്യും, മാർക്കറ്റിൽ കുറെ പേര് ഇവിടുന്ന് എൻട്രി ചെയ്യും, സെല്ല് അല്ലേ. നോർമലി സെല്ലിംഗ് ആണ്, ഇങ്ങനെ വരാൻ തുടങ്ങി മാർക്കറ്റിൽ ഇവിടുന്ന് സെല്ലിംഗ് ട്രൈ ചെയ്യും. ഇപ്പൊ മാർക്കറ്റ് സംഭവിച്ചത് എന്താ, ഇവിടെ അവരെ ഔട്ട് ചെയ്തു, അവരെ എസ് എൽ എല്ലാം ഇവിടെ കാണും, അവരെ എസ് എൽ ഇവിടെ കാണും. അപ്പൊ ഇമ്മീഡിയറ്റ് എൻട്രി ചെയ്യുന്ന ആളുകളെ മാർക്കറ്റ് മിക്കവാറും സമയം എക്സിറ്റ് ചെയ്യിപ്പിക്കും മാർക്കറ്റിന്റെ അകത്ത്. എന്നിട്ട് അവരെ മൊത്തത്തിൽ ഇമോഷണലി ഡാമേജ് ആക്കി കളയും. അവരെ എക്സിറ്റ് ചെയ്യിപ്പിച്ചിട്ട് കണ്ടോ മാർക്കറ്റ് പിന്നെ അത്യാവശ്യം നല്ല മൂമെന്റം തന്നു. അപ്പം ഈ മൂമെന്റം തരുന്നതിന്റെ മുമ്പുള്ള നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ സോണിന്റെ താഴെ വന്ന് ക്ലോസിംഗ് തന്നു. അപ്പോഴും നമുക്ക് എന്താണ് മാർക്കറ്റ് ചാൻസസ് തരുന്നത്, റിയൽ ചാൻസ് ഇവിടെ ആയിരുന്നു, മാർക്കറ്റിൽ സെല്ലിങ്ങിലോട്ട് പോകുന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിരുന്നു ഇത്. അതാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാൻഡിൽസിന്റെ ബ്രീത്തിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് മാനേജ് ചെയ്യാൻ എളുപ്പമാവും. അപ്പം പ്രൈസ് ആക്ഷന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് അതിലൊന്നാണ് നിങ്ങളിപ്പം കണ്ടത്. മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കും. ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഐഡന്റിഫൈഡ് ആവും ഏത് ഏരിയ നിന്നാണ് ലിക്വിഡിറ്റി എടുക്കുന്നത് നോക്കാം. മാർക്കറ്റിൽ ഒരു ഏരിയ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് റീടെസ്റ്റ് ചെയ്താൽ കൂടുതൽ ചാൻസും അടുത്തൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനാണ്. പക്ഷെ അവിടെ ചെറുതായിട്ട് ഇൻഡിക്കേഷൻ തന്നു ലോവർ ലോ, ബട്ട് നേരെ ആ ഏരിയയിലോട്ട് വന്ന് മാർക്കറ്റിൽ ഇങ്ങനൊരു ക്യാൻഡിൽ റിയാക്ഷൻ തന്നാൽ കൂടുതൽ പ്രോബബിലിറ്റി എന്താണ്, അടുത്തത് വീണ്ടും സെല്ലിങ് വരും, കാരണം ഇവിടെ ലിക്വിഡിറ്റി എടുത്തു. ഇനി വന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ക്ലോസിംഗ് തരും. മുകളിൽ ക്ലോസിംഗ് തന്നാൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ ക്യാൻഡിൽ എങ്ങാനും മുകളിൽ ക്ലോസിംഗ് തന്നാൽ പിന്നെ ബൈയിങ് പോകാനാണ് ചാൻസ്. കാരണം ഇതുവരെ മാർക്കറ്റിൽ ഇപ്പൊ 5 മിനിറ്റിന്റെ അകത്ത് ഹയർ ഹൈസ് ഹയർ ഹൈസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇപ്പൊ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ഇപ്പൊ ഇല്ലാത്തത്, നമ്മൾ ഇവിടുന്ന് ബൈയിങ് അടിക്കുകയാണെങ്കിൽ ഇതിന്റെ താഴെ എവിടെ എസ് എൽ വെക്കും, നമുക്കൊരു ഐഡിയ ഇല്ല. എസ് എൽ വെക്കേണ്ടത് ഇവിടാണ്, കാരണം പ്രോപ്പർ അല്ലാതെ വേറൊരു ഏരിയ കാര്യങ്ങളൊന്നുമില്ല. ഒന്നത്. രണ്ടാമത്തത്, ഇനി സെല്ലിംഗ് ആണെന്ന് വിചാരിക്കുക. സെല്ലിംഗ് ആണെങ്കിൽ സെല്ലിംഗ് കൺഫർമേഷനും കിട്ടിയിട്ടില്ല. സെല്ലിങ്ങിന് ഒരു കൺഫർമേഷൻ ക്യാൻഡിലോ എന്തെങ്കിലും കിട്ടണോ. ഇതിപ്പോ നമുക്ക് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ പറയാം, ഓക്കെ ഞാൻ ഇവിടെ റിസ്ക് എടുക്കുകയാണ്, ഇതിന്റെ ഹൈയിൽ എസ് എൽ വെച്ചിട്ട്. ഇപ്പൊ ഇവിടുന്ന് ആ കൺഫർമേഷനും കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തടത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് സംഭവം. ഈ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ്ങിന് ഈ 18 സെക്കൻഡ് 17 സെക്കൻഡ് ഇതിങ്ങനെ സെക്കൻഡ്സ് കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മൾ എന്തായിരുന്നു കരുതുന്നത്, ഇപ്പൊ ബൈയിങ് അടിച്ചവരൊക്കെ ഓൾറെഡി ഫിയേർഡ് സിറ്റുവേഷനിലായിരിക്കും, ഇവിടുന്ന് ബൈ അടിച്ചവരൊക്കെ. കാരണം എന്താ, ഈ ഏരിയയിൽ വന്ന് മാർക്കറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടൈം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് മാർക്കറ്റിൽ ബയേഴ്സിന് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നോർമലി എന്ത് ചെയ്യും, ഇവിടുന്ന് വീണ്ടും സെല്ലിംഗ് കണ്ടിന്യൂഷൻ വരും. അപ്പം പ്രൈസ് ആക്ഷൻ പഠിച്ചവരൊക്കെ വരെയായിരിക്കും, ഇവിടുന്ന് സെല്ലിംഗ് കണ്ടിന്യൂഷൻ വരുന്ന, ഇവിടുന്ന് ബൈയിങ് അല്ലായിരുന്നു വരേണ്ടത്, ഇത് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് പോയിരുന്നുണ്ട്. പക്ഷെ എന്താണ് ഓവറോൾ പാറ്റേൺ മാർക്കറ്റിന്റെ, അത് നമ്മൾ ഓൾറെഡി നോക്കി. മാർക്കറ്റിന്റെ ഓവറോൾ പാറ്റേൺ സെല്ലിങ്ങിലായിരുന്നു മാർക്കറ്റ്. അപ്പം 1 ഹവറിലും 30 മിനിറ്റിലെല്ലാം സെല്ലിംഗ് വരാനാണ് കൂടുതൽ ചാൻസ് എങ്കിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിന്റെ അകത്ത് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടുന്ന് സെല്ലിംഗ് വരാണെങ്കിൽ പിന്നെ കണ്ടിന്യൂസ്ലി നല്ലൊരു സെല്ലിംഗ് വരാൻ ചാൻസ് ഉണ്ട് ഈ ഏരിയയിലോട്ടൊക്കെ. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പ്രൈസ് ആക്ഷനിലെ മെയിൻ സംഭവമാണ്. ഒന്ന്, ലിക്വിഡിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. ലിക്വിഡിറ്റി മാർക്കറ്റ് എവിടെ നിന്നാണ് എടുക്കാൻ ചാൻസ് ഉള്ളത്, അതിൽ എര ആവാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം അതിൽ എര ആവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്മളൊരു സെല്ലിലോട്ട് ഒരു പൊസിഷൻ എടുത്തു കരുതുക. ആ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സെൽ കുറച്ച് മൂവ്മെന്റ് തന്നാൽ അത് നമുക്ക് ബ്രേക്ക് ഈവനിലോട്ട് ഇട്ട് വെക്കാം ഒന്നെങ്കിൽ. അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പോയിന്റ് 1:1 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഒക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യാം. അതായത് ഇപ്പോൾ 0.3 ആണെന്നാൽ 0.03, അതിൻ്റെ അകത്ത് 0.02 ക്ലോസ് ചെയ്യാം, ഇത്രയും മൂവ്മെന്റ് തന്നിട്ട്. എന്നിട്ട് 0.01 ഒന്നെങ്കിൽ ആ എസ് എല്ലിൽ അങ്ങനെ തന്നെ ഇൻടാക്ട് ആക്കി വെക്കാം,
അതല്ലെങ്കിൽ അത് ബ്രേക്ക് ഈവനിലോട്ട് കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് നമ്മളെ കോൺഫിഡൻസ് എന്തായിരിക്കണം? ഓക്കെ, ഇവിടുന്ന് അൺടിൽ ആൻഡ് അൺലെസ് ഇത് ഇതിന്റെ താഴെ നിൽക്കുന്ന സമയത്തോടത്തോളം നമ്മൾ സെല്ലിലാണ് എന്നുള്ള കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ സെല്ലിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്യാം ഈ ഒരു ക്യാൻഡലിന് ശേഷം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ഓൾറെഡി കവർ ചെയ്തു. ഇത് പ്രൈസ് ആക്ഷനിലുള്ള അഡ്വാൻസ്ഡിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് ലിക്വിഡിറ്റി. അത് നിങ്ങൾ മാർക്കറ്റിൻ്റെ അകത്ത് നിങ്ങൾ ക്യാൻഡിൽസ് മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കുക, മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. ക്യാൻഡിൽസ് ക്ലോസിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ ഇതേപോലെ പ്രൈസ് ആക്ഷനിലുള്ള ലെവൽസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, പ്രൈസ് ആക്ഷനിൽ ലോങ് ടൈം ഫ്രെയിമിൽ ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ലോവർ ലോസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എങ്കിൽ സെല്ലിന് ട്രൈ ചെയ്യുക. ഇപ്പം ഞാൻ ഒരു സെല്ലിന് ട്രൈ ചെയ്യുകയാണെന്ന് കരുതുക. ഓക്കെ, 5 മിനിറ്റ് അകത്ത് സെല്ലിന് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടുന്ന് സപ്പോസ് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി സെൽ ട്രൈ ചെയ്യാണ്. ഓക്കെ, അപ്പം ഞാൻ ചെയ്യേണ്ടത് ഇനീഷ്യലി എന്താണ്, എനിക്കൊരു ക്ലാരിറ്റി എന്താ ഉള്ളത്? എനിക്ക് SL പോവാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ SL ഒരു $10 ആയിരിക്കണം, അല്ലെങ്കിൽ $5 ആയിരിക്കണം. അപ്പോൾ $5 ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ SL, ഇവിടാണ് എൻ്റെ SL. ഞാൻ മാനേജ് ചെയ്യുന്നത്, ട്രേഡ് മാനേജ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം മാർക്കറ്റിൻ്റെ അകത്ത്. ഓക്കെ, ഇതാണ് എൻ്റെ സോൺ. മാർക്കറ്റ് ഇതുവരെ ഓവറോൾ സെല്ലിലായിരുന്നു. ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത ഏരിയ ആണ് മാർക്കറ്റ്. അപ്പം ഈ ബ്രേക്ക് ഡൗൺ ചെയ്ത ഏരിയയിലോട്ട് മാർക്കറ്റ് വീണ്ടും മെറ്റിഗേറ്റ് ചെയ്തു. അത് വീണ്ടും സെല്ലിംഗ് കണ്ടിന്യൂഷൻ വരാണ്. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ആ ഏരിയയിലാണ്. ഇത് 2 കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളത്. ഒന്നെങ്കിൽ ഈ ഏരിയ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യും, മൊത്തത്തിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിൽ ക്ലോസിങ് തരും. തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒന്ന്, നമ്മൾ SL പോവും, അത് ആക്സെപ്റ്റ് ചെയ്യുക. SL പോകുന്നത് പാർട്ട് ഓഫ് ദി പ്രോസസ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു എന്താ പറയുക, ഇമോഷണൽ പ്രശ്നങ്ങളും കൂടാതെ SL കട്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ അക്കൗണ്ട് ലോ ബാലൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. നിങ്ങൾ SL കട്ട് ചെയ്യാതെ ട്രേഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇവിടുന്ന് ഇപ്പം ഞാൻ സെല്ലിംഗ് എൻട്രി എടുത്തു. ഇനി നമ്മൾ എന്താ ഡിഫൈൻ ചെയ്ത്? ഫസ്റ്റ് ഡിഫൈൻ ചെയ്യേണ്ടത് SL ആണ്, പിന്നെയാണ് TP ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ TP എന്ന് പറയുന്നത് എന്താ? നമ്മൾ ടേക്ക് പ്രോഫിറ്റ് ഏരിയ. ഇങ്ങനൊരു ട്രേഡ് നമ്മൾ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ ടേക്ക് പ്രോഫിറ്റ് വെക്കേണ്ടത്? അതായത് ഡിഫൈൻ ചെയ്യേണ്ടത് എവിടെ? നോർമലി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 15 മിനിറ്റ് നോക്കിയിരുന്നു. അപ്പോൾ 15 മിനിറ്റിൻ്റെ അകത്ത് ഇനി വരാൻ മാർക്കറ്റ് ചാൻസ് ഉള്ള ഏരിയ ഒന്ന് ഇവിടാണ്, ഒന്ന് ഇവിടെ, അതല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരും. സോ ഞാൻ TP വെക്കുന്നത് ഇവിടാണെന്ന് കരുതുക. ഓക്കെ, $20 TP ഇവിടെ വെച്ചു. ഓക്കെ, $20 ഞാൻ TP വെച്ചു. അപ്പോൾ ഈ $20 TP ഇത് എത്ര? 1:3. 1:3. ഞാനിത് ഇവിടെ വെക്കുകയാണെങ്കിൽ 1:4 അല്ലേ? ഓക്കെ, 1:4 ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ട്രേഡേഴ്സ് പറയുന്ന പല ടേംസിൽ വരുന്നതാണ്. അതായത് നമ്മളെ റേഷ്യോ ആണ്, നമ്മൾ എടുക്കുന്ന റിസ്ക്കും റിവാർഡും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് വലിയ റിവാർഡ് കിട്ടുന്ന 1:2 അല്ലെങ്കിൽ എബോവ് കിട്ടുന്ന ട്രേഡാണ് എന്നുണ്ടെങ്കിൽ ആ ട്രേഡ് എല്ലാം ഗുഡ് ട്രേഡിൽ ഒന്നാണ്. അതായത് നല്ല ട്രേഡ്സ് ആണ്. മിനിമം 1:2 കിട്ടുന്ന ട്രേഡ്സ് നല്ല ട്രേഡ്സ് ആണ്. അതല്ലാത്ത ഏരിയ എന്നൊക്കെ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു തരം എന്താ പറയുക, നിങ്ങൾ ഗാംബിൾ ചെയ്യുന്നതിന് പോലെയാണ്. അതായത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല. നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കും, എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കത് ഒരു തരത്തിൽ ഉപകാരപ്പെടില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? എടുക്കുന്ന ട്രേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏരിയാസ് നോക്കുക. ഏകദേശം ഓക്കെ, എനിക്ക് അറ്റ്ലീസ്റ്റ് 1:2 എങ്കിലും കിട്ടും ഈ ട്രേഡിൽ എന്നുള്ള ഏരിയാസ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ അക്കൗണ്ടിന് ഗ്രോത്ത്, ഭയങ്കരമായിട്ട് അക്കൗണ്ട് ഗ്രോ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഇതിൽ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി ട്രേഡ് എടുത്ത് കാണിച്ചു തന്നാണ്. ഇതിൽ വേറെയും സംഭവങ്ങളുണ്ട്. ഇതിപ്പം സപ്പോസ് ഇവിടുന്ന് മാർക്കറ്റിൻ്റെ അകത്ത് ഇതുവരെ 1 മിനിറ്റ്, ഇതിപ്പം 1 മിനിറ്റ് ആണ്. ഓക്കെ, 1 മിനിറ്റിൻ്റെ അകത്ത് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? 1 മിനിറ്റിൻ്റെ അകത്ത് ഇവിടെ റേഞ്ച് ബൗണ്ടായി
ഇനി രണ്ട് ചാൻസ് ആണ്. ഒന്ന്, മാർക്കറ്റ് വീണ്ടും ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് പോകും. അതല്ലെങ്കിൽ നമ്മൾ ഈ സോൺ എന്നാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യണം ഇനി മാർക്കറ്റിൽ. ഇപ്പൊ ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ അകത്ത് എന്ത് പാറ്റേൺ ആണ് ഇനി അടുത്തത് വേണ്ടത്? ഏത് തരം പാറ്റേൺ ആണ് വേണ്ടത്? മാർക്കറ്റിന്റെ അകത്ത് ഇവിടെ ഇത് താഴെ ക്ലോസിംഗ് തരണം. ഇവിടെ താഴെ ക്ലോസിംഗ് തന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം 1 മിനിറ്റിന്റെ അകത്ത്. അപ്പോഴാണ് നമുക്ക് നമ്മളെ ട്രേഡിൽ എന്തുണ്ടാവുക, പിന്നെ വിശ്വാസം ഉണ്ടാവുക, ഓക്കെ ഇത് കണ്ടിന്യൂറ്റി കിട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടാവുക. ഇൻ കേസ് 1 മിനിറ്റിന്റെ അകത്ത് ഇത് ഇങ്ങനെ വന്നിട്ടൊക്കെ പെട്ടെന്ന് മാർക്കറ്റ് ബിഹേവിയർ ചേഞ്ച് ചെയ്യുകയാണെന്ന് കരുതുക. 1 മിനിറ്റിന്റെ അകത്ത് ഇതിങ്ങനെ നേരെ പോയി ഹയർ ഹൈസ് ക്രിയേഷൻ വരുവാണെന്ന് കരുതുക. ഹയർ ഹൈസ് ക്രിയേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ എന്താ സ്ഥിതി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് മാനേജ് ചെയ്യാൻ പറ്റണം. അതാണ് ട്രേഡ് മാനേജ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ചിലർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കും ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ. ഞാൻ നോർമലി ചെയ്യുന്നത് 5 മിനിറ്റിന്റെ അകത്താണ്, കൺഫറൻസിലാണ് ഞാൻ ഇരിക്കാറ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ 5 മിനിറ്റിൽ ഇൻ കേസ് മാർക്കറ്റിന്റെ അകത്ത് 5 മിനിറ്റ് ചാർട്ടിന്റെ അകത്ത് മാർക്കറ്റ് ഇതേപോലെ ട്രെൻഡിങ് മാറുകയാണെന്ന് കരുതുക. അപ്പൊ ഞാൻ ഒന്നുകിൽ ഇത് ബ്രേക്ക് ഈവനിലോട്ട് കൊണ്ടുപോയിടും മാർക്കറ്റിന്റെ അകത്ത്. ഇതിപ്പോ ഞാൻ ഇവിടെ ഓക്കെ ഇതെന്ത് ചെയ്യും, ഈ എസ് എൽ നേരെ കുറച്ചിട്ട് ഇവിടോട്ടൊക്കെ കൊണ്ടുപോയിടും. അതായത് $5 എസ് എൽ ഡിഫൈൻ ചെയ്തത് നമ്മൾ ഒരു സ്വിങ് ചെയ്തു എന്ന് കരുതുക. മാർക്കറ്റ് ഒരു സ്വിങ് തന്നു, അതിന്റെ ശേഷം ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ എസ് എൽ എടുത്തിട്ട് നേരെ ഈ ഏരിയ നേരെ കുറച്ചിട്ട് ഇവിടോട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും, എസ് എൽ ടൈറ്റ് ചെയ്യാം. ഇതെല്ലാം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എക്സനസ്. അപ്പം എക്സനസിലും എക്സെമ്പിലും ചെയ്യാം. ഇന്ത്യയിൽ ആരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ടു യൂസ് മൈ റെഫറൽ ലിങ്ക് ഗൈസ്. ഞാൻ ഈ തൊണ്ടിട്ട് ഇതിൻ്റെ ഒരു കാര്യമാവട്ടെ എന്ന് കരുതിയിട്ടാണ്. സോ എനിക്ക് നിങ്ങളത് എൻ്റെ റെഫറൽ ലിങ്ക് ത്രൂ കയറുമ്പോൾ എനിക്കൊരു ഫ്രണ്ട്സ് റെഫറൽ കമ്മീഷൻ ഉണ്ടാവും. സോ ഐ ഹോപ്പ് യു ഗൈസ് വിൽ സപ്പോർട്ട് മീ. സോ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ബൈ ദ വേ. എല്ലാ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാലും അതിൻ്റെ അകത്തും ലിങ്ക് കാണാം. സോ നമ്മൾ ഈ എൻട്രി അവിടെ നിൽക്കട്ടെ. ഇനി നെക്സ്റ്റ് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. മാർക്കറ്റിൻ്റെ അകത്തുള്ള ഓർഡർ ബ്ലോക്സ് എന്ന് പറയും. ഈ രണ്ട് സംഭവം നമുക്ക് ഇന്ന് കവർ ചെയ്യാം. ഒരെണ്ണം ലിക്വിഡിറ്റി നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെയുള്ള ക്യാൻഡിൽസ് വരുമ്പോൾ. പിന്നെ ഓർഡർ ബ്ലോക്സ് എന്ന് പറയും. ഓർഡർ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ നോർമലി മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾക്ക് നമ്മളെ ഗോൾഡിന്റെ ചാർട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗോൾഡ് മാർക്കറ്റ് ഇപ്പം ഓഫാണ്, ബട്ട് എനിവേസ് ഗോൾഡിന്റെ ചാർട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഓർഡർ ബ്ലോക്ക് എന്താന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതായത് മാർക്കറ്റിൽ പലതവണ നമ്മൾ കാണാം പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഏരിയ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ബൈങ് ഉണ്ടാവുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏരിയ വെച്ചിട്ട് ഭയങ്കര സെല്ലിങ് ഉണ്ടാവുക. അങ്ങനെ പല പല ഏരിയസിൽ വെച്ചിട്ട് മാർക്കറ്റ് ഒരു പ്രത്യേകതരം റിയാക്ഷൻ കാണിക്കാറില്ലേ? ആ ഏരിയയിൽ നിന്ന് മാത്രം സ്പെസിഫിക് ആ ഒരു ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ഭയങ്കര റിയാക്ഷൻ തരും. അവിടെ ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അവിടെയാണ് നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം സപ്പോസ് നമുക്ക് BTCന്റെ അകത്ത് BTCന്റെ അകത്ത് നമ്മൾ ഇതൊരു 15 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഏരിയ കണ്ടോ, ഈ ഏരിയൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് സെല്ലിങ് വന്നു. അപ്പോൾ ഈ ഏരിയ ഇത്രയും സെല്ലിങ് വന്നിട്ട് നിങ്ങൾ കണ്ടല്ലോ. ഈ ഏരിയൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ സെല്ലിങ് വരണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ അത്രയും ടോപ്പ് ലെവലിലുള്ള ടീമായിരിക്കും അവിടെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഓർഡേഴ്സ് ഉള്ള സ്ഥലത്തുനിന്ന് പറയുന്ന പേരാണ് ഓർഡർ ബ്ലോക്ക്. അതായത് അവർ സിസ്റ്റത്തിന്റെ അകത്ത് ഇട്ടിട്ടുള്ള ഓർഡേഴ്സ് ആണ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൽ ആൽഗോ ട്രേഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സിസ്റ്റത്തിന്റെ അകത്ത് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഓർഡേഴ്സ് ഇവിടുന്ന് ട്രിഗർ ആവുന്നതാണ് ഈ ഒരു റിയാക്ഷന് കാരണം. അപ്പം ഈ ഒരു റിയാക്ഷൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിം ഏരിയയിൽ അവർ ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വീണ്ടും അത്തരം ഡിസ്കൗണ്ടിൽ മാർക്കറ്റിൽ വീണ്ടും പ്രൈസ് കിട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അല്ലെങ്കിൽ പ്രീമിയത്തിൽ കിട്ടുന്ന സമയത്ത് അവരത് സെല്ല് ചെയ്യും. അപ്പം ആ സെല്ല് ചെയ്യുന്നിട്ട് അപ്പൊ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. വീണ്ടും ആ ഏരിയയിലോട്ട് വന്നപ്പം വീണ്ടും എന്താ റിയാക്ഷൻ വന്നു. അപ്പൊ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പം ഈ ഓർഡർ ബ്ലോക്ക് ഉള്ള സ്ഥലത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കാൻഡിൽ റിയാക്ഷൻ നോക്കിയിട്ട് എൻട്രി ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പൊ മാർക്കറ്റ് സപ്പോസ് ഈ ഏരിയന്റെ അകത്തുനിന്ന് പ്രീവിയസ്ലി ഇവിടെ ബൈയിങ് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ ശേഷം ഇവിടുന്ന് ബൈയിങ് വന്നു. കാരണം എന്താ,
ഇവിടെ ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പം അതേ ഓർഡർ ബ്ലോക്ക് നിന്ന് മാർക്കറ്റിൽ ബൈയിങ് വന്നു. അപ്പൊ നിങ്ങൾ അത് പ്രീവിയസ് ഹിസ്റ്ററി നോക്കണം മാർക്കറ്റിന്റെ അകത്ത്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഒരു ബൈയിങ് വന്നിട്ടുണ്ട്. ഇനി ചാൻസസ് എന്താ മാർക്കറ്റിൽ ഒന്നെങ്കിൽ ഇതിപ്പം സെല്ലിങ് ആ ഏരിയയിലോട്ട് വീണ്ടും മാർക്കറ്റ് മെറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പിന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നത്. ഇനി രണ്ട് ചാൻസസ് ആണ്. ഒന്നെങ്കിൽ മാർക്കറ്റ് ഇത് ടേക്ക് ഔട്ട് ചെയ്യും, ഈ ഓർഡർ ബ്ലോക്ക് ഉള്ള സ്ഥലം ഇനി വാലിഡ് അല്ലാതായി മാറും, വീണ്ടും ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തു പോകും. അല്ലെങ്കിലുള്ള ചാൻസ് എന്താ, മാർക്കറ്റ് ചിലപ്പോൾ ഇത് നേരെ വന്നിട്ട് ഇവിടും ടച്ച് ചെയ്ത് ഇവിടുന്ന് വീണ്ടും ഡൗണിലോട്ട് വന്ന് മാർക്കറ്റ് നേരെ ഈ ലെവലിലോട്ട് വീണ്ടും വരും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാർക്കറ്റ് കൺസോളിഡേഷൻ ഏരിയയിലാണ്, പക്ഷെ അത് കുറച്ച് വലിയ ഏരിയ ആയിരുന്നു, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ വിട്ടുപോയിട്ടുള്ളതിനെ കുറച്ച് റിമൈൻഡ് അടിച്ച് കണ്ടാൽ മതി. സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് റിമൈൻഡ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം. അപ്പം മാർക്കറ്റിൽ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരു സാധനം ഇപ്പം ഈ റേഞ്ചിന്റെ അകത്ത് കിടക്കുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ആ റേഞ്ച് വീണ്ടും മെറ്റിഗേറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓൾറെഡി സെല്ലിൽ എടുത്ത സാധനം ഇപ്പൊ എന്തായി, ഓൾറെഡി ബ്രേക്ക് ഈവൻ ഇതിലോട്ട് വന്നു. അപ്പൊ നമുക്ക് ഇപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ 5 മിനിറ്റിന്റെ അകത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലാണ്, കാരണം ഒരു സ്വിങ് പോലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ എടുത്ത പൊസിഷൻ അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുക, അതാണ് ഇപ്പം ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്ത് ചെയ്യണം, ട്രേഡ് മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഇത് അഥവാ ഒരു സ്വിങ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് മാർക്കറ്റിൽ ഇവിടെ ഒരു ലോവർ ഹൈ തന്നിട്ട് എന്നിട്ട് ലോവർ ലോ തന്നിട്ട് വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ലോവർ ലോ ക്രിയേറ്റ്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എസ് എൽ ഇല്ലേ അത് നേരെ ഇതിന്റെ മുകളിലോട്ട് കൊണ്ടുവരാം. അതാണ് എസ് എൽ ട്രെയിൽ ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ ഇത് അറിയാത്ത ടേംസ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. എസ് എൽ ട്രെയിലിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ എസ് എൽ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് മാർക്കറ്റിന്റെ അകത്ത് നമ്മളെ മൂവ്മെന്റ്സ് പ്രൈസ് ആക്ഷനിലുള്ള മൂവ്മെന്റ്സ് നോക്കിയിട്ട് ആ പ്രൈസ് ആക്ഷൻ പാറ്റേൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുക, ഫ്ലെക്സിബിൾ ആയിരിക്കുക മാർക്കറ്റിന്റെ അകത്ത്. അതാണ് ട്രേഡ് മാനേജ്മെന്റ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ എസ് എൽ ഇങ്ങനെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പൊ എനിക്ക് എസ് എൽ വേണമെങ്കിൽ ട്രൈറ്റ് ആക്കാം, പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല. ഇത് റൂൾസിന് എഗെയിൻസ്റ്റ് ആണ്. ഇപ്പൊ തന്നെ നമ്മൾ എസ് എൽ ഇതിന്റെ താഴോട്ട് കൊണ്ടുവന്ന ഒരു സ്വിങ് പോലും ഉണ്ടാകാതെ ശരിക്കും ഒരു സ്വിങ് എങ്കിലും ക്രിയേറ്റ് ചെയ്ത് പിന്നൊരു അടുത്തൊരു റിയാക്ഷൻ മാർക്കറ്റിലൊരു റിയാക്ഷൻ തന്നാലേ ഉള്ളൂ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, ഓക്കെ ഇത് എനിക്ക് ട്രയൽ ചെയ്യാൻ പറ്റും, ട്രേഡ് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാവുക. അതിൻ്റെ അടുക്ക് നമ്മൾ ഇതിൻ്റെ ഇടയിൽ കാണുന്നതെല്ലാം ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. പിന്നെ ഇത് പാർട്ട് ഓഫ് ദ പ്രോസസ് ആണെന്ന് ഞാൻ പറഞ്ഞു, കാരണം നമ്മൾ ഓൾറെഡി ഒരു സംഭവം ഡിഫൈൻ ചെയ്തിട്ട് അതിന് വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അതാണ് ട്രേഡ്. ഓക്കെ, അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറിയിട്ട് ഇതിനിപ്പം ബൈയിങ് പോകുന്നതാണ് തോന്നുന്നതെന്ന് കരുതിയിട്ട് ഇവിടുന്ന് ചാടി കയറി ഇവിടുന്ന് ഇത് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് ബൈയിങ് അടിക്കലല്ല, അതല്ല ശരിക്കും ട്രേഡ്. അപ്പൊ നമ്മൾ ഇത്രയും ഒരു കാൽക്കുലേഷനും കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് ഒരു എസ് എൽ ഒക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുക. പിന്നെ ഓർഡർ ബ്ലോക്സിനെ പറ്റി പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓർഡർ ബ്ലോക്സിൽ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്. ഓർഡർ ബ്ലോക്ക് എപ്പോഴും ഈ വക റിയാക്ഷൻസ് തരുന്ന ഏരിയാസ് നിന്നും മാർക്കറ്റിൽ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓർഡേഴ്സ് ആണ് ഉണ്ടാവുക, അതാണ് ഓർഡർ ബ്ലോക്ക്. അപ്പൊ അവിടുന്ന് മാർക്കറ്റ് ഹിസ്റ്ററി അനുസരിച്ചിട്ട് ഇപ്പൊ പ്രീവിയസ് ഓർഡർ ബ്ലോക്ക് ഇവിടുന്ന് ഇങ്ങനൊരു റിയാക്ഷൻ തന്നു, അപ്പം നോർമലി അവിടുന്ന് വീണ്ടും മാർക്കറ്റ് റിയാക്ഷൻ തരുവാണ്, താഴോട്ടേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പ്രീവിയസ്ലി തന്നിരുന്നു. ഇനി ഇതേപോലെ ബൈയിങ് ഓർഡർ ബ്ലോക്സും കാണാം നിങ്ങൾക്ക്, സെല്ലിംഗ് ഓർഡർ ബ്ലോക്ക് ഉള്ള അതേപോലെ തന്നെ ബൈയിങ് ഓർഡർ ബ്ലോക്സും കാണാം. കാരണം ഇവിടെ നിന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം, ഇവിടെ ഇത്രയും ബൈയിങ് പോയി, മാർക്കറ്റ് ഇത്രയും ബൈയിങ് പോയി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെന്താ പെട്ടെന്ന് ഇവിടുന്ന് ബൈ ചെയ്തിട്ട്, ചിലപ്പോൾ നമ്മൾ പ്രീവിയസ് ഏരിയ നോക്കിക്കഴിഞ്ഞാലേ അതിൻ്റെ ഒരു പ്രോപ്പർ ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പ്രീവിയസ് ഇവിടോട്ട് മാർക്കറ്റിൽ ഇത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് എങ്കിലും കാണും. ഇവിടെ പ്രീവിയസ്ലി ബൈയിങ് വന്നിട്ടുള്ള ഏരിയ ഉണ്ടായിരുന്നു, ആണ് ഇത്. ഓക്കെ, അപ്പൊ ആ ഏരിയന്റെ അകത്ത് എത്തിയ സമയത്താണ് അവിടെ ഉള്ള ഓർഡേഴ്സ് ട്രിഗർ ആയിട്ടുള്ളത് മാർക്കറ്റിന്റെ അകത്ത്. ഇത് ഇവിടെയും ഒരു ഏരിയ ഉണ്ട്. സോ ഇവിടെ നമ്മളൊരു ലൈൻ 30 മിനിറ്റിന്റെ അകത്ത് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. അപ്പം ഈ 30 മിനിറ്റിന്റെ അകത്തുള്ള ഏരിയ എന്താണ് മാർക്കറ്റ് ഇവിടെ ഇപ്പം കറന്റ്ലി ചെയ്തത് എന്ന് നോക്കിയാൽ അത് ടേക്ക് ഡൗൺ ചെയ്തു. ഓൾറെഡി മാർക്കറ്റ് അത് ടേക്ക് ഡൗൺ ചെയ്തു. അവിടെ റെസ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല മാർക്കറ്റ് ആ 30 മിനിറ്റിന്റെ ഏരിയ, അത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ
എല്ലാ ഏരിയയും ഒരേപോലെ റെസ്പെക്ട് ചെയ്തുകൊള്ളണം എന്നില്ല മാർക്കറ്റിന്റെ അകത്ത്. ഇത് അതിന്റെ മുമ്പേ കയറി ബൈങ് വന്നു. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വക ട്രാപ്പ് സംഭവങ്ങൾ മാർക്കറ്റിന്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ അതിനാണ് SL ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. മാർക്കറ്റിന്റെ അകത്ത് നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ഓൾ അബൌട്ട് പ്രോബബിലിറ്റി ആണ്. നിങ്ങൾക്കറിയാം. അത് ഗോൾഡ് ആണെങ്കിൽ ശരി, ഏതായാലും ഇപ്പൊ നിഫ്റ്റി, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ശരി, ഏത് മാർക്കറ്റ് ആയാലും ശരി, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രോബബിലിറ്റി. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ മാർക്കറ്റിലുള്ള കോടിക്കോടാനു ഓർഡേഴ്സ്, റീറ്റെയിൽ ട്രേഡേഴ്സിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും എല്ലാത്തിന്റെയും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാർക്കറ്റിലെ റിയാക്ഷൻസ് നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാവുന്നതിലും അപ്പുറമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? റിസ്ക് മാനേജ് ചെയ്യുക. അപ്പൊ നമ്മളൊരു റിസ്ക് ഇവിടെ ഡിഫൈൻ ചെയ്തു. ഈ റിസ്ക് എത്രയാണ്? $5 റിസ്ക് ആണ്. എൻ്റെ അക്കൗണ്ടിന്റെ സൈസ് എത്ര? $10,000. അപ്പൊ ആ സൈസ് വെച്ചിട്ട് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന റിസ്ക് ആണ്. അത് ഡിഫൈൻ ചെയ്യണം നിങ്ങൾ. അപ്പൊ നിങ്ങൾ ഒരു ട്രേഡിൽ എത്ര റിസ്ക് എടുക്കാൻ പറ്റും? നിങ്ങളെ ക്യാപിറ്റൽ ഒരു $100 ആണ്. ആ സമയത്ത് നിങ്ങൾ ഒരു ട്രേഡിന്റെ അകത്ത് റിസ്ക് ചെയ്യുന്നത് ഒരു $10 ആണെന്ന് കരുതുക. അപ്പൊ ആ $10, ഓക്കെ, എനിക്കിതിപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് $10 റിസ്ക് ചെയ്യാൻ പറ്റും ഈ ട്രേഡിൽ. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ട്രേഡ് ഏർലി എൻട്രി ആണെന്ന് കരുതുക. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി കൂടെ സെല്ലിലോട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. കാരണം എൻ്റെ ബയസ്നെസ് എന്താ? സെല്ലിലോട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരു $5 ഇവിടുന്ന് റിസ്ക് എടുത്തു, $5 ഇവിടുന്ന് റിസ്ക് എടുത്തു. അപ്പൊ എന്തായി? എൻ്റെത് 4.9 ആണ്. അപ്പോൾ ഇപ്പൊ ടോട്ടൽ $10 റിസ്ക് ആയി. അപ്പൊ നമ്മൾ ട്രേഡ് എൻറ്റർ ചെയ്യുന്നതും മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ ടോട്ടൽ എൻ്റെ റിസ്ക് അപ്പറ്റേറ്റ് എന്ന് പറയുന്ന സാധനം, അതായത് റിസ്ക് എടുക്കാൻ ഉദ്ദേശിച്ചത് $10 ആയിരുന്നു ഒരു ട്രേഡിൻ്റെ അകത്ത്. അപ്പൊ ഞാൻ ഫസ്റ്റിലെ എൻട്രി തന്നെ $10 ഫുള്ളായിട്ട് ട്രേഡിൽ ഇത് റിസ്ക് എടുക്കാതെ ഞാൻ എന്താ ചെയ്തത്? അത് ആവറേജ് ചെയ്ത് എൻറ്റർ ചെയ്തു. അപ്പം ഇപ്പൊ എനിക്ക് 2 എൻട്രി പൊസിഷൻ കിട്ടി. ആ 2 പൊസിഷനിലും ടോട്ടൽ ഓവറോൾ വരുന്നത് എനിക്ക് $10 ലോസ് ആണ്. അപ്പം ഇനി ബൈ ചാൻസ് മാർക്കറ്റ് ഇത് ടേക്ക് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ അകത്ത് ഇവിടുന്ന് റീട്രേസ്മെന്റ് വന്നു എന്ന് കരുതുക. ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ക്ലോസിംഗ് തന്നു, ഇവിടുന്ന് റീട്രേസ്മെന്റ് വന്നാൽ പിന്നെ ബൈങ് ആണ് ചാൻസ് എന്ന് കരുതുക. ഇത് പ്രോപ്പർ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് ബൈങ് ആണ് ചാൻസ് എങ്കിൽ എനിക്ക് ആ സമയത്ത് മാനേജ് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം. ബൈങ് കൺഫ്ലുവൻസ് എനിക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഗുണമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ബൈങ് കൺഫ്ലുവൻസ് ആണ് എനിക്ക് പിന്നീട് വരുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് അത് അങ്ങനെ മാനേജ് ചെയ്യാം, ക്ലോസ് ചെയ്യാൻ പറ്റും, തിരിച്ച് താഴോട്ടേക്ക് റീട്രേസ്മെന്റ് വരും. ഇനി അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എനിക്ക് പോകുന്നത് എത്ര? എൻ്റെ റിസ്ക് അപ്പറ്റേറ്റിൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള $10 പോകുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും പോകുന്നില്ലല്ലോ. അപ്പം അതെന്റെ ട്രേഡിന്റെ പ്ലാൻ ആണ്. ഇത് ഞാൻ വെൽ പ്ലാൻഡ് ട്രേഡ് ആണെന്ന് കരുതി അത് ആക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ട്രേഡിന് ഇത് രണ്ടും ഒറ്റയടിക്ക് SL എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അടുത്ത ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പ്രൈസ് ആക്ഷൻ പ്രകാരം എന്താണ്? ഇതിപ്പം ഇമ്മീഡിയറ്റ്ലി ഒരു ഹയർ ഹൈ വലിയൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ആ സമയത്ത് പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു റീട്രേസ്മെന്റ് ഇവിടോട്ട് വന്ന് പിന്നെ ബൈങ്ങിനാണ് ട്രൈ ചെയ്യേണ്ടത്. കാരണം ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് പോവാണ് 5 മിനിറ്റിന്റെ അകത്ത്. അപ്പൊ ഇനി അടുത്ത ഹയർ ഹൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ 2 കാര്യം പഠിച്ചു. ഒന്ന്, നമ്മളെ ലിക്വിഡിറ്റി, മാർക്കറ്റിൽ ലിക്വിഡിറ്റി എടുക്കുന്ന എങ്ങനെയാണെന്നുള്ളത്. പിന്നെ രണ്ടാമത്തത് ഓർഡർ ബ്ലോക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓർഡർ ബ്ലോക്കിന്റെ അകത്ത് ചില ഓർഡർ ബ്ലോക്ക് ഭയങ്കര റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ചിലത് ചെറിയ മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തരുന്ന ഓർഡർ ബ്ലോക്സും കാണാം നിങ്ങൾക്ക്. അതിൽ ഇത് ഭയങ്കര റിയാക്ഷനുള്ള ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷനുള്ള ഓർഡർ ബ്ലോക്സും ഡിഫൈൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. മാർക്കറ്റിൽ നിങ്ങൾ ടൈം കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പാറ്റേൺസ്, മാർക്കറ്റിന്റെ ചാർട്ടിന്റെ ഈ ക്യാൻഡിൽസിന്റെ ഒക്കെ ബിഹേവിയർ എങ്ങനെയാണ്, മാർക്കറ്റ് ഓവറോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ട്രാപ്സ് എവിടേക്കാണ് ചെയ്യുന്നത്, പല പല അസറ്റ്സിനും അനുസരിച്ച് മാർക്കറ്റിലുള്ള ഈ വക സംഭവങ്ങൾ ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇപ്പം ഫോറക്സിന്റെ അകത്തൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, ഒരു ഏതെങ്കിലും ഒരു ഫോറക്സ് കറൻസി പെയർ എടുക്കാം, JPY USD അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കറൻസി പെയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറൻസി പെയറിന്റെ പോലെ ആയിരിക്കില്ല മറ്റൊരു കറൻസി പെയറിന്റെ ബിഹേവിയർ. ചിലപ്പോൾ ഒരുപാട് ട്രാപ്പ് ചെയ്യുന്ന ചില കറൻസി പെയർസ് ഉണ്ടാവും. ഇപ്പോൾ US ഓയിൽ എടുക്കുകയാണ്, നമ്മൾ കമ്മോഡിറ്റിയിൽ US ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ US ഓയിലിൽ കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഇതുണ്ടല്ലോ, അത് ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വോളറ്റൈലാണ്. ക്യാൻഡിൽസ് നോക്കിയാൽ നിങ്ങൾ എന്ത് ട്രാപ്പിംഗ് ക്യാൻഡിലാണ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ബൈങ് അടിച്ചവരെ മൊത്തം
ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് ട്രാപ്പ് ചെയ്തു. അപ്പോൾ നോർമലി എന്ത് ചെയ്യും എല്ലാവരും ഇവിടുന്ന് ബൈയിങ് പോകുന്നു കരുതി ബൈയിങ്ങിന് ട്രൈ ചെയ്യും. അപ്പോൾ അവരെയും വീണ്ടും ട്രാപ്പ് ചെയ്ത് വീണ്ടും ലോവർ ലോസ് വന്നുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 30 മിനിറ്റിനകത്ത് ഇതൊരു ലോവർ ലോ, ഇതിന്റെ ഇടയിലുള്ളതൊക്കെ ഡിസ്ട്രാക്ഷൻ ആയി കണക്കാക്കിയാൽ മതി. കാരണം മാർക്കറ്റ് ഓവറോൾ എന്താ ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ലോവർ ലോസിൽ ഇതൊരു ലോ, ഇവിടെ ഒരു ലോ, അടുത്ത ലോ ഇതാണ്, പിന്നെ വരുന്ന ലോ ഇതാണ് ഇപ്പം. അപ്പം ഈ ടൈം ഫ്രെയിമിന്റെ അകത്ത് വേണം ഇങ്ങനെയുള്ള മാർക്കറ്റിൽ, ഇപ്പൊ US ഓയിൽ പോലുള്ള മാർക്കറ്റിൽ കുറച്ച് ഹയർ ടൈം ഫ്രെയിമിന്റെ അകത്ത് കയറിയിട്ട് വേണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ. കാരണം ലോവർ ടൈം ഫ്രെയിമിന്റെ അകത്ത് വന്ന് ഇപ്പൊ 5 മിനിറ്റിന്റെ അകത്തൊക്കെ വന്ന് ട്രേഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും കംപ്ലീറ്റ്ലി. അപ്പോൾ ഇതിന്റെ അകത്ത് റിസ്ക് എടുക്കുന്നവർ എന്ത് ചെയ്യണം? അത്രയും വെൽ പ്ലാൻഡ് റിസ്ക് ആയിരിക്കണം. നിങ്ങൾ ഈ വലിയ ടൈം ഫ്രെയിമിന്റെ അകത്ത് പോയിട്ടായിരിക്കണം റിസ്ക് എടുക്കുന്നത്. അപ്പം അതിന്റെ അകത്തുനിന്ന് ഇപ്പം സെല്ലിംഗ് ഓവറോൾ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ സെൽ ക്യാപ്ചർ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ലെവൽസ് ഡ്രോ ചെയ്യാൻ ശ്രമിക്കണം. ലെവൽസ് ഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ ലെവൽസ് കിട്ടുക? പ്രൈസ് ആക്ഷന്റെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ലെവൽ ഇതാണെന്ന് കരുതുക സപ്പോസ്. അപ്പം ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ്. ആ സമയത്താണ് നമ്മൾ റിസ്ക് എടുക്കേണ്ടത്. റിസ്ക് എടുക്കേണ്ടത് എങ്ങോട്ടാ? സെല്ലിലോട്ട്. SL വെക്കേണ്ടത് എവിടെ? ഇതിന്റെ മുകളിൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഇല്ലേ, അതാണ് ക്യാപ്ചർ ചെയ്യാൻ പറ്റേണ്ടത്. അപ്പൊ എന്താവെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിന്റെ ശേഷം ഈ ക്യാൻഡിലൊക്കെ അതാ ഇത് ഇനഫ് ആണ്. ഇത്രയും വലിയ ക്യാൻഡിലൊക്കെ ഒറ്റയടിക്ക് കിട്ടി കഴിഞ്ഞാൽ അത് ക്യാപ്ചർ ചെയ്തു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓവറോൾ ട്രെൻഡ് ഏത് സൈഡിലോട്ടാണ് ഉള്ളത്, ഇത് ലിക്വിഡേറ്റ് ചെയ്തതായിരിക്കാം മാർക്കറ്റ്. ഇത് ലിക്വിഡിറ്റി എടുത്തതാണ്. ഇതിന്റെ മുകളിലോട്ട് കുറച്ചുകൂടെ കയറി മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തു. ബട്ട് ഓവറോൾ എന്തായി? നേരെ സെല്ലിംഗ് ഡയറക്ഷനിലോട്ട് മാറി. സെല്ലിംഗ് ഡയറക്ഷനിൽ മാർക്കറ്റ് ആണ് എന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈയിങ് പോവാതെ സെല്ലിംഗ് മാത്രം ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ മാർക്കറ്റിന്റെ അകത്ത് പ്രോഫിറ്റബിലിറ്റി കൂടും. ഇപ്പം ഇനി നമുക്ക് ഒരുപാട് സമയം ലാഗ് ആവും. ഞാൻ ഇനി കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ നെക്സ്റ്റ് വീഡിയോസിൽ കവർ ചെയ്യാൻ ശ്രമിക്കാം. നമ്മളെ ട്രെൻഡ് ലൈൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ട്രെൻഡ് ലൈൻസ് ഉണ്ട് മാർക്കറ്റിന്റെ അകത്ത്. നമുക്കിപ്പോൾ സോൺസ് ഐഡന്റിഫൈ എങ്ങനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് സോൺസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നും ട്രെൻഡ് ലൈൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് മെയിൻ സംഭവമാണ്. ഒന്ന് ലിക്വിഡിറ്റി കൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓവറോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ലിക്വിഡിറ്റി എടുത്തതിന്റെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിപ്പം നമ്മൾ വിചാരിക്കുകയാണ് ഇത് മാർക്കറ്റ് ഇതാ ഈ ലെവൽ ഗോൾഡ് ആണ്, ഇത് ഇവിടൊക്കെ നമുക്ക് ലെവൽസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തതാണെന്ന് കരുതും. പക്ഷെ മാർക്കറ്റ് ട്രാപ്പ് ചെയ്തു. ഇത് കംപ്ലീറ്റ് ലിക്വിഡേഷൻ ആണ്. അതായത് ഇവിടുന്ന് ബൈയിങ് പോകുന്നത് എന്താ? ഇവിടുന്ന് സെല്ലിങ് ഒരുപാട് വരുന്നുണ്ടാവും. ഇവിടുന്ന് സെല്ലിങ് വരുന്ന കരുതിയിട്ട് ഇവിടെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാവും. അവരെല്ലാം മാർക്കറ്റ് ലിക്വിഡേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് സെല്ലിങ് വന്നു, വീണ്ടും ഭയങ്കര സെല്ലിങ് പോയി, ബൈയിങ് പോയി. നേരെ ഈ ഏരിയ, അതായത് നമ്മളെ ഏരിയ 4 hour ഉണ്ടായിരുന്ന ഏരിയ ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇത് ലിക്വിഡിറ്റി ആയിരിക്കും. 1 hour എടുത്ത് നോക്കുമ്പോൾ 1 hour ലിക്വിഡിറ്റി ആയിരുന്നു. അത് കംപ്ലീറ്റ് ലിക്വിഡേറ്റ് ചെയ്ത് താഴെ നമ്മളെ ഈ ലെവലിന്റെ ഇൻടാക്ട് താഴെ ക്ലോസ് ചെയ്തു 1 hour. ഈ ലെവൽ എന്താണ് എന്നൊന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ലാസ്റ്റിലെ വീക്കിലി നമ്മൾ ഈ ലെവൽസ് ഐഡന്റിഫൈ ചെയ്യാറുള്ള ഒരു വീഡിയോ ഉണ്ട് കഴിഞ്ഞ. അത് ഞാൻ ഈ വീക്കിൽ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. കാരണം ഞാൻ നാളെ ദുബായിലേക്ക് പോവാണ്. എനിക്ക് ഒരുപാട് അതിൻ്റെതായിട്ടുള്ള പണികളുണ്ട്. പിന്നെ ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം അതൊരു ലൈവ് സ്ട്രീം പോയിട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇനിയില്ല. എനിക്കിപ്പോൾ പുറത്ത് പോകണം. സോ നെക്സ്റ്റ് ടൈം തൊട്ടിട്ട് ഞാൻ അത് കണ്ടിന്യൂറ്റിയിൽ പോകാൻ ശ്രമിക്കാം. വീക്കിലി നിങ്ങൾക്ക് ലെവൽസ് എല്ലാം ഐഡന്റിഫൈ ചെയ്ത് തരുന്ന വീഡിയോസ് ആണത്. അതിൽ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. ആ വീക്കിലി ടൈം ഫ്രെയിം ആ ലെവൽസ് എല്ലാം വെച്ചിട്ട് ട്രേഡ് എടുത്തവർ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അത് പ്രോപ്പറായിട്ട് മെറ്റിഗേറ്റ് ചെയ്തു. 4 hour നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ലെവൽസ് എല്ലാം പക്കായിരുന്നു. അതൊക്കെ കറക്റ്റായിട്ട് ഇതായി മെറ്റിഗേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു. സോ
ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ഇപ്പൊ ഞാൻ ഇവിടെ നിർത്താണ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ നോക്കുന്ന മെയിൻ സംഭവങ്ങൾ മാർക്കറ്റിലെ ഇംബാലൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് മാർക്കറ്റ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് കാണാം. പിന്നെ അതുകൂടാതെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അത് രണ്ടും ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ പിവോട്ട് ഏരിയ ഉണ്ട്, അതും കവർ ചെയ്യാൻ ശ്രമിക്കാം. അതൊക്കെ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത സെഷനിൽ അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിക്കാം ഗൈസ്. ഇപ്പം എന്തെങ്കിലും ഈ വീഡിയോൻ്റെ അകത്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉള്ളവർ നിങ്ങൾ ഫീൽ ഫ്രീ ടു കമൻറ്റ്. ഞാൻ കമൻറ്റിന് എല്ലാത്തിനും റീപ്ലൈ തരാൻ പറ്റില്ലെങ്കിലും ഞാൻ കമൻ്റ് എല്ലാം വായിക്കും ഗൈസ്. എന്നിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ സി യു ഗൈസ്. ഇപ്പം ഈ ട്രേഡ് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടി എടുത്തായിരുന്നു. വൺസ് അഗൈൻ ഞാനിത് ക്ലോസ് ചെയ്യാണ്, കാരണം എനിക്കിത് കൺഫിഡൻസ് ഇല്ലാത്ത ട്രേഡാണ്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടി, ഇതെന്തായാലും ട്രേഡ് ചിലപ്പോൾ നമ്മളെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിന് വേണ്ടി എടുത്തുന്ന ട്രേഡാണ്. സോ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാണ്. എത്ര എളുപ്പത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തതും കട്ട് ചെയ്തതും ഒക്കെ. ഇത് XNS പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി പുതിയ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല XNSൽ. ഇന്ത്യന് പുറത്തുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് വെച്ച് KYC ചെയ്ത് നിങ്ങൾക്ക് XNSൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. UAEയിലാണെന്നുണ്ടെങ്കിൽ XNSൽ $10 ഡെപ്പോസിറ്റ് ആക്സെപ്റ്റഡ് ആണ്. ഞാൻ $10 വെച്ചിട്ട് $10,000 എത്തിച്ചിട്ടുണ്ട്. അതെൻ്റെ 10 to 10,000 ട്രേഡിംഗ് ജേണി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതായത് ഈ വീഡിയോസ്, ട്രേഡിങ്ങിന്റെ ബിഗിനിങ് വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലോട്ട് പോയി ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എൻട്രീസ് കാണാം. ഞാൻ എങ്ങനെ എൻട്രി ചെയ്യുന്നത്, ലൈവായിട്ടുള്ള എൻട്രീസ് കാണാം, എൻ്റെ ഇമോഷൻസ് കാണാം, ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്സ് കാണാം, ട്രേഡിങ്ങിൽ എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ all the best guys. See you in the next video. Thank you all.